നമസ്കാരം. ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുകയാണ് ട്രംപ്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്തിരുന്ന 10,000-ഓളം ആളുകളെയാണ് ജോലിയിൽ നിന്നും പുറത്താക്കിയത്. പ്രൊബേഷണറി ജീവനക്കാരാണ് പിരിച്ചുവിട്ടിരിക്കുന്നവരിൽ കൂടുതൽ പേരും. പിരിച്ചുവിടലിന്റെ ആദ്യഘട്ടം മാത്രമാണിതെന്നും 2 ലക്ഷത്തോളം ആളുകളെയാണ് പുറത്താക്കാൻ ലക്ഷ്യമിടുന്നതെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സർക്കാർ മേഖലയിൽ ജോലി നോക്കുന്ന ജീവനക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിലുള്ളത് എന്ന് ട്രംപിന്റെ ഉപദേശകനുമായ ഇലോൺ മസ്കും പറയുന്നു. ട്രംപും ഇലോൺ മസ്കും കൂടിച്ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെല്ലാം എടുക്കുന്നത്. പൊതുസ്ഥലങ്ങൾ, ദേശീയ പാർക്കുകൾ, എണ്ണ വാതക പാട്ട പദ്ധതികൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന US ആഭ്യന്തര വകുപ്പിൽ നിന്ന് 2300-ഓളം ജീവനക്കാരെയാണ് വെള്ളിയാഴ്ച പിരിച്ചുവിട്ടത്. വലിയ വിമർശനമാണ് ട്രംപിനെതിരെ ഉയർന്നിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് പിരിച്ചുവിടലെന്നാണ് പരാതി. മൈക്രോസോഫ്റ്റ് ടീമിന്റെ ഗ്രൂപ്പ് കോളുകളിലൂടെയും മുൻകൂട്ടി തയ്യാറാക്കിയ മെസ്സേജുകൾ വഴിയുമാണ് പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ജീവനക്കാർക്ക് ലഭിച്ചതെന്നാണ് വിവരം. ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള നിങ്ങളുടെ സാധന സാമഗ്രികളെല്ലാം പാക്ക് ചെയ്ത് 30 മിനിറ്റിനുള്ളിൽ ഓഫീസ് വിടണമെന്നായിരുന്നു അറിയിപ്പ്. പിരിച്ചുവിടുന്നുണ്ടെങ്കിൽ ആ വിവരം ഇമെയിലിലൂടെ മുൻകൂട്ടി അറിയിക്കുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിൽ യാതൊരു അറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ജീവനക്കാരോടുള്ള നീതി നിഷേധമാണ് നടന്നിരിക്കുന്നതെന്ന് അമേരിക്കൻ ഫെഡറൽ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് മേധാവി എവറൻ കെല്ലി പറയുന്നു. തൊഴിലാളികൾക്ക് ന്യായമായി ലഭിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും നിഷേധിക്കപ്പെട്ടു. മുൻകൂട്ടിയുള്ള യാതൊരു അറിയിപ്പും നൽകാതെ നിയമം അനുശാസിക്കുന്ന ഒരു നടപടികളും സ്വീകരിക്കാതെയുമാണ് ജീവനക്കാരെ കൂട്ടമായി പുറത്താക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാര്യക്ഷമതാ വകുപ്പാണ് വലിയ തോതിലുള്ള പിരിച്ചുവിടൽ തന്ത്രത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ് വിവരം. സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറച്ച് ചിലവുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണിത്. ട്രംപും മസ്കും സർക്കാർ ജീവനക്കാർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. അനാവശ്യമായ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും മുഴുവൻ ഏജൻസികളെയും ഇല്ലാതാക്കണമെന്ന് മസ്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. ജീവനക്കാരെ വേരോടെ പിഴുതെറിയേണ്ട കളകളോട് താരതമ്യം ചെയ്യുകയും ചെയ്തു. ഇന്റേണൽ റവന്യൂ സർവീസിലെ 1000-ഓളം ജീവനക്കാരെയും അടുത്തയാഴ്ച പിരിച്ചുവിടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഊർജം, ആരോഗ്യം, കൃഷി തുടങ്ങിയവ അടക്കമുള്ള വകുപ്പുകളിലെ ജീവനക്കാരും പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടുന്നു. ആദ്യ വർഷത്തിൽ തൊഴിൽ സുരക്ഷ ലഭ്യമാക്കാത്ത പ്രൊബേഷണറി ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടവരിൽ അധികവും. പിരിച്ചുവിടൽ സംബന്ധിച്ച് ഇലോൺ മസ്കിന്റെ ഇടപെടലിനെ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇലോൺ മസ്കിന്റെ പങ്കിൽ ആശങ്കകൾ വേണ്ടെന്നും കൃത്യമായ ഓഡിറ്റ് നടത്തിയാണ് നടപടികൾ സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. ട്രംപിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ സഹ അധ്യക്ഷൻ കൂടിയാണ് ഇലോൺ മസ്ക്.